കരം പിടിച്ചു നടത്തും കർത്തൻ നീയല്ലോ, യാചിച്ച എന്നെ സൗഖ്യമാക്കിയല്ലോ. കുഴിയിൽ വീഴാതെന്നെ സൂക്ഷിച്ചവനെ കണ്ണുനീരെ സന്തോഷമായി മാറ്റിയല്ലോ. കുഴിയിൽ വീഴാതെന്നെ സൂക്ഷിച്ചവനെ കണ്ണുനീരെ സന്തോഷമായി മാറ്റിയല്ലോ. ആ സങ്കേതമേ നിന്റെ അടിമ ഞാനേ, ഘോഷിക്കുമേ മനം സന്തോഷത്താൽ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. എന്നെ എന്നും ഉപദേശിച്ചു നടത്തുന്നോനെ, ദൃഷ്ടി വെച്ചു ആലോചന നൽകുന്നവനെ, പോകേണ്ട വഴി എന്നെ കാണിക്കുന്നവനെ, ആശ്രയിക്കുന്നോനെ ദയ ചുറ്റിക്കൊള്ളുമേ. പോകേണ്ട വഴി എന്നെ കാണിക്കുന്നവനെ, ആശ്രയിക്കുന്നോനെ കൃപ ചുറ്റിക്കൊള്ളുമേ. ആ സങ്കേതമേ നിന്റെ അടിമ ഞാനേ, ഘോഷിക്കുമേ മനം സന്തോഷത്താൽ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ഘോഷിക്കുമേ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അല്പസമയം ഉറങ്ങിയുണരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി കർത്താവേ, സ്തോത്രം സ്തോത്രം. ഈ നല്ല ദിവസം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകി തരേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളുമായി കടന്നു വരട്ടെ. ഞങ്ങളുടെ രോഗങ്ങളുമായി കടന്നു വരട്ടെ. ഞങ്ങളുടെ ആവശ്യ ഭാരങ്ങളുമായി കടന്നു വരട്ടെ. അങ്ങയുടെ പാദപീഠം ചേർന്ന് കടന്നു വരുന്നവരാരും ഒരു നാളിൽ ലജ്ജിച്ചു പോകാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. കർത്താവേ, നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം, വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ കർത്താവേ, ഞങ്ങളുടെ ഹല്ലേലൂയ ആണും പെണ്ണുമായ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, ജോലി ചെയ്യുന്ന മക്കളെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ കൊച്ചു തലമുറകൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം സ്തോത്രത്തോടെ നന്ദിയോടൊപ്പം പാദാന്തിയൊക്കെ വയ്ക്കുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സൗഖ്യത്തോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. അവരുടെ വിദ്യാഭ്യാസം മാനിക്കപ്പെടണമപ്പാ. എൻ്റെ ദൈവമേ, ജോലി ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ശ്രേഷ്ഠമായി കരം പിടിച്ച് നടത്തണമേ. ആരോഗ്യത്തിലും സമാധാനത്തിലും കൂടെ നിൽക്കണേ അപ്പാ. എൻ്റെ ദൈവമായ കർത്താവ്, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കൊച്ചു തലമുറകളെ അനുഗ്രഹിക്കണമേ കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ഉപജീവനമാർഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ കർത്താവെ. എല്ലാ സന്തോഷവും, എല്ലാ സമാധാനവും, എല്ലാ സമൃദ്ധിയും ദൈവകൃപയും എല്ലാവർക്കും കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിപ്പാൻ കഴിയുകയില്ല കർത്താവെ. അങ്ങയുടെ ആലോചന ഞങ്ങളെ അറിയിക്കണമേ. ആ പൊന്നുകരെ ഞങ്ങളെ ചാർത്ത് പിടിക്കണമേ അപ്പാ. ഞങ്ങളോട് മനസ്സലിയണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെയും അത്യത്ഭുതമായി ഞങ്ങളെ നടത്തിയ ദൈവം അവിടുന്ന്. സ്തോത്രം. പിന്നെയും നടത്തുവാൻ സർവ്വശക്തനാ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ഗർഭിണികളായിരിക്കുന്ന മക്കളെ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. സമാധാനത്തോടെ സൗഖ്യത്തോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളില്ലാത്ത തലമുറകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എൻ്റെ ദൈവമേ, നീ അവർക്ക് സന്തോഷം പൂർണ്ണമാകുവാൻ തക്കണം കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ, കരുണ കാണിക്കണമേ. ഉപജന്മാർഗത്തിന് വഴിവാതിൽ തുറന്നു കൊടുക്കണമേ അപ്പാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങല്ലാതെ സഹായിപ്പാൻ മറ്റാരുമില്ലപ്പാ. ഓരോ മക്കളോടും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ.
ഭവനമില്ലാത്ത മക്കളോട് കരുണ തോന്നണമേ, മനസ്സലിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭവനം പണിയുന്ന തൻ്റെ മക്കളോട് മനസ്സലിയണമേപ്പാ. ആമേനത് ഭംഗിയായി പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ തക്കണം ഭാഗ്യമൊരുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഈ സമയം ഹാലലുയ കർത്താവേ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ അനേക പ്രിയപ്പെട്ടവർ ഭാരപ്പെടുന്നു. കർത്താവിൻ്റെ സമാധാനത്താൽ ഓരോ മക്കളെയും നിറയ്ക്കണേ, സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന എല്ലാ മക്കളുടെ യാത്രകളിൽ കൂടെയിരിക്കണമേ അപ്പാ. പ്രത്യേകിച്ച് വാഹനത്തിലും വഴിയിലും യാത്ര ചെയ്യുന്നവരെ, ഹാലിൽ വാഹനം ഓടിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥാ. ആപത്തനർത്ഥത്തിൽ നിന്ന് എല്ലാവരെയും വെടിവെക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും വേണ്ടത് ദിനംതോറും കൊടുത്ത് പോഷിപ്പിച്ച് ജയകരമായി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയത്ത് ഹാലലുയ അപ്പൻ്റെ പൊന്നുപാദപിടിച്ചിലൂടെ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടപ്പാ. എൻ്റെ ദൈവമായ കർത്താവെ, 5 മീനും എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് വലിയൊരു ശേഷിപ്പ് തന്ന ദൈവം ഞങ്ങളുടെ ഉപജീവനമാർഗത്തിന് മേൽ കരം വയ്ക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. തൃപ്തിയോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ എല്ലാ വകകളും തന്ന് മാനിക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെയും അനുഗ്രഹിച്ച് കാത്തുകൊള്ളണം, കഷ്ടനഷ്ടം കൂടാതെ സൂക്ഷിച്ച് പരിപാലിക്കുമാറാകണം. ഈ സമയം ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്ന കർത്താവെ, ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യവും സമാധാനം കൊടുക്കണമേ. എൻ്റെ കർത്താവെ, ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും രോഗക്കിടക്കയിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ള ഹൃദയസംബന്ധമായ പല രോഗങ്ങളുള്ള, തലയ്ക്കകത്ത് വേദനയുള്ളവർ കർത്താവേ സ്തോത്രം. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന മക്കൾ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, ഹാലലി മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള ജീവിതങ്ങൾ കർത്താവേ സ്തോത്രം. തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, ദൈവമേ യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥാ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. യേശുവേ, ദാവീദ് പുത്രാ, മനസ്സലിയണേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അനുഗ്രഹിച്ച് 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 ഏൽപ്പിക്കുന്നു ദൈവത്തിന് നന്ദിയോടെ. സ്തോത്രം 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 കർത്താവേ. അങ്ങയുടെ പാദപീഠം ചേർന്ന് കടന്നു വന്നവരാരും ലജ്ജിച്ചുവാനോടൊന്ന് സമ്മതിക്കലല്ലോ. ഹാലലുയാ. എൻ്റെ അപ്പൻ്റെ സൗഖ്യത്തിൻ്റെ കാര്യം ഓരോ മക്കളെയും മേലും വെച്ച് തല സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം അപ്പ. മുകളിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമൊരുനാളിൽ ലജ്ജിച്ചു പോയതുമില്ല. വചനം പോലെ ഒരുത്തനും ലജ്ജിച്ചു പോകാൻ അനുവദിക്കാതെ കർത്താവിൻ്റെ വലിയേറിയ സൗഖ്യം ഓരോ മക്കൾക്കും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന തൻ്റെ മക്കളെ സൗഖ്യത്തോടും സമാധാനത്തോടും കാത്തുകൊള്ളണമേ കർത്താവ്. സ്തോത്രം 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 കർത്താവ്. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ, ചുറ്റുപാടുകളെ അനുഗ്രഹിക്കണേ, അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണേ, മാതാപിതാക്കളെ കാത്തുകൊള്ളണമേ, അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ, ഞങ്ങളുടെ യുവതീവാക്കന്മാരെ കാത്തുകൊള്ളണമേ കർത്താവെ. അരുതാത്തലൊന്നും അകപ്പെട്ടുവാൻ സമ്മതിക്കരുതേ. ഞങ്ങളുടെ വൈദ്യങ്ങളെയെല്ലാം വളർത്തിത്തരണേ, ബാലപീഠനെല്ലാം വിടുവിക്കണമേ. പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഹാലല്ലേ അവരെ അനുഗ്രഹിക്കണം, ജയത്തോടെ നടത്തണം. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിംഗ്, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന മക്കൾ, OIT IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ കർത്താവെ, പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, നീറ്റ് പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന മക്കൾ, അങ്ങനെ കർത്താവെ സ്തോത്രം സ്തോത്രം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കൾ, ഇൻ്റർവ്യൂവിന് വേണ്ടി ഹാലിൽ കാത്തിരിക്കുന്ന മക്കൾ, സ്തോത്രം. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ തമ്പുരാനെ അനുഗ്രഹിക്കണം, സഹായിക്കണം, സൂക്ഷിക്കണം, കൃപയിലങ്ങ് പൊതിഞ്ഞ് നടത്തണമെന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങല്ലാതെ സഹായിപ്പാൻ മറ്റാരുമില്ലപ്പാ. സ്തോത്രം സ്തോത്രം. വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിച്ചാട്ടപ്പ, മാനിച്ചാട്ട് കർത്താവെ. എല്ലാ വേദനകൾക്കും അറുതി വരുത്തണമേ, എല്ലാ ആവശ്യങ്ങളും പറഞ്ഞ് കരുതണമേ. തമ്പുരാൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്ന അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണം. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. എൻ്റെ അപ്പച്ചൻ്റെ സമാധാനം ഓരോ ജീവിതങ്ങൾക്കും കൊടുത്ത് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണേ, ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണേ. സ്വർഗീയ സമാധാനം ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ അയക്കണമേ. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയും ജലപ്രളയത്തിൽ ഞങ്ങളെ വിട്ടുവിക്കണമേ കർത്താവേ. എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. സമാധാനത്തോടെ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ സഹായിക്കണം. പാപം കൂടാതെ ജീവിപ്പാൻ ഇടയാക്കണം. അപ്പനെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി തീർക്കണം. പ്രാർത്ഥനയും കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം സ്തോത്രം.